നമസ്കാരം. ഏതൊരു സാഹചര്യത്തിലും ഭാരതത്തെ തകർക്കുവാൻ 100-ൽ 110% ശ്രമിക്കുന്ന ഒരു അയൽ രാജ്യമാണ് പാകിസ്ഥാൻ. എന്നാൽ എപ്പോഴൊക്കെ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുവോ അപ്പോഴൊക്കെ പാകിസ്ഥാന് നാശം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അത് ഏത് രംഗവുമായിക്കൊള്ളട്ടെ, വിദേശകാര്യങ്ങളാണെങ്കിലും ഇനി സ്പോർട്സിലാണെങ്കിലും, പ്രത്യേകിച്ച് ക്രിക്കറ്റിൽ. ഇപ്പോഴിതാ രോഹിത്തും കോഹ്ലിയും അടിച്ചു കയറി 2020 വേൾഡ് കപ്പ് ഇന്ത്യയിലേക്ക്, ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് എത്തിച്ചപ്പോൾ അത് പാകിസ്ഥാൻ്റെ നെഞ്ചിൽ കൂടിയാണെന്ന് പറഞ്ഞാൽ അതിൽ ഒരു തെറ്റുമില്ല. ഇത് പറയുന്നത് ഇതേ പാകിസ്ഥാൻ്റെ മുൻ ക്രിക്കറ്റ് താരങ്ങൾ തന്നെയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ പുകഴ്ത്തിയാണ് മുൻ പാകിസ്ഥാൻ താരങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ ടീമിന് നേരെയുള്ള ഒരു ഒളിയമ്പ് തന്നെയാണ് സത്യത്തിൽ ഭാരതത്തിന് T20 വേൾഡ് കപ്പിൽ കിട്ടിയ ഈ ഗംഭീര വിജയം. കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും പോലുള്ള അത്യുജ്വല പ്രകടനം കാഴ്ചവെക്കുന്ന ഇന്ത്യയുടെ ചുണക്കുട്ടന്മാർ ഇങ്ങനെ പ്രതാപത്തോടെ തന്നെ വിരമിക്കണമെന്നാണ് പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരങ്ങൾ പറഞ്ഞു വെക്കുന്നത്. 2020 ലോകകപ്പ് കിരീടം നേടിയ ശേഷം ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും 2020-ൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ മുൻ താരങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തുവരുന്നത്. അതേസമയം ടൂർണമെന്റിൽ നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങി മടങ്ങിയ പാകിസ്ഥാൻ ടീമിന് നേരെയുള്ള ഒരു ഒളിയമ്പാണ് ഇത്തരം മുൻ പാക് താരങ്ങളുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ അതിലും തെറ്റില്ല. ജാവേദ് മിയാൻദാദും വഖാർ യൂനിസും ഉൾപ്പെടെയുള്ളവരാണ് ഇന്ത്യൻ താരങ്ങളെ പുകഴ്ത്തി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. 2020-ൽ നിന്ന് വിട്ടുനിൽക്കാൻ ഇന്ത്യൻ താരങ്ങൾ തീരുമാനിച്ചത് ഉചിതമായ സമയത്തെന്നാണ് ജാവേദ് മിയാൻദാദ് പറഞ്ഞു വെക്കുന്നത്. ഏകദിനത്തിലും ടെസ്റ്റിലും ഇനിയും നമുക്ക് രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും കാണുവാൻ സാധിക്കും. രണ്ട് താരങ്ങളും ഏത് ഫോർമാറ്റിലും റോൾ മോഡലുകളായി നിലനിൽക്കുകയും ചെയ്യും. ഫിറ്റ്നസിലും പ്രൊഫഷണലിസത്തിലും അച്ചടക്കത്തിലും കോഹ്ലി അതിൻ്റെ ഏറ്റവും ഉയരത്തിലാണെന്ന ജാവേദ് മിയാൻദാദ് പറഞ്ഞു വെക്കുമ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് ഉൾപ്പെടെ ഈ പറയുന്ന രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരു പേടി സ്വപ്നമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ക്രിക്കറ്റിനും സ്വന്തം ടീമിനും മികച്ച സംഭാവനകൾ നൽകിയ താരങ്ങൾ തന്നെയാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. നിർണായക സമയങ്ങളിൽ ഇരുവരും നടത്തിയ അസാധാരണമായ പ്രകടനം തന്നെയാണ് ഇപ്പോൾ ഭാരതത്തിന് T20 വേൾഡ് കപ്പിൽ വിജയം കൈവരിക്കുവാൻ സഹായിച്ചത്. ഈ കാര്യവും വ്യക്തമായി പറയുന്നത് പാകിസ്ഥാന്റെ മുൻ ക്രിക്കറ്റ് താരം വഖാർ യൂനിസ് തന്നെയാണ്. സമ്മർദ്ദത്തിനിടയിലും ടീമിന് വേണ്ട സംഭാവന നൽകുവാനും വിജയത്തിലേക്ക് നയിക്കാനുമുള്ള ഇരുവരുടെയും കഴിവിനെയും വഖാർ യൂനിസ് എടുത്തു പറയുകയുണ്ടായി. ഒരു കാര്യം ശ്രദ്ധിക്കുക, വഖാർ യൂനിസും ജാവേദ് മിയാൻദാദും ഇത്തരത്തിൽ ഇന്ത്യൻ താരങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ അത് ചെന്നുകൊള്ളുന്നത് ഭാരതത്തെ ഇടയ്ക്കിടയ്ക്ക് നോവിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ ഭരണാധികാരികളുടെ നെഞ്ചിൽ തന്നെയാണ് ഇത്തരം വാക്കുകൾ ചെന്ന് തറയ്ക്കുന്നത്. അതുമാത്രമല്ല, ലോകകപ്പിൽ ജസ്പ്രീത് ബുംറയുടെ മാസ്മര പ്രകടനവും ഫാസ്റ്റ് ബൗളർ കൂടിയായ വഖാർ യൂനിസ് എടുത്തു പറയുകയുണ്ടായി. ഇന്ത്യക്ക് വേണ്ടി ബുംറ യഥാർത്ഥ മാച്ച് വിന്നറായി മാറുകയായിരുന്നു. ഇന്ത്യയുടെ പ്രകടന സ്ഥിരത എടുത്തു പറയേണ്ട ഒന്നാണെന്ന് പാകിസ്ഥാന്റെ മുൻ ക്യാപ്റ്റൻ കൂടിയായ റഷീദ് ലത്തീഫ് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ 3 ICC ഫൈനലുകളിലേക്കാണ് ഇന്ത്യൻ ടീം ആർത്തുരഞ്ഞു കയറിയത്. ടീം മാനേജ്മെന്റും കളിക്കാരും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രാഹുൽ ദ്രാവിഡിനും സപ്പോർട്ടിംഗ് ടീമിനും ഈ വിജയത്തിൽ വലിയ പങ്കുണ്ട്. വഖാർ യൂനിസ് ഈ കാര്യങ്ങൾ ഓരോന്നായി എടുത്തെടുത്തു പറയുമ്പോൾ വീണ്ടും പാകിസ്ഥാൻ ഭരണാധികാരികളുടെ നെഞ്ചിൽ തറയ്ക്കുന്ന കൂരമ്പുകളായിട്ടാണ് അത് മാറുന്നത്. രോഹിത് ശർമ്മയുടെ നേതൃപാടവത്തെ പുകഴ്ത്തിയാണ് പിന്നീട് ഷഹീദ് അഫ്രീദി രംഗത്തെത്തിയത്. ഇന്ത്യക്ക് ലോക കിരീടം നേടിക്കൊടുത്ത ശേഷം വിരമിക്കുവാനുള്ള ഇരുവരുടെയും നിലപാട് ശരിയായ തീരുമാനമാണെന്ന് ഷഹീദ് അഫ്രീദി വ്യക്തമായി എടുത്തു പറയുകയും ചെയ്തിരുന്നു. 2020 ലോകകപ്പിൽ USA പരാജയപ്പെട്ട പാകിസ്ഥാൻ ടീം കാനഡയോടും അയർലൻഡിനോടും വിജയിച്ചെങ്കിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായിരുന്നു. ഇതിൻ്റെ വിമർശനങ്ങൾ അവസാനിക്കും മുൻപാണ്
ലോകകപ്പ് കിരീടമുയർത്തിയ ഇന്ത്യൻ ടീമിനെ പുകഴ്ത്തി മുൻ പാകിസ്ഥാൻ താരങ്ങൾ രംഗത്തെത്തിയത്. 2016 ശേഷം ആദ്യമായിട്ടാണ് T20 ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പാകിസ്ഥാൻ ടീം പുറത്തു പോകുന്നത്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കുഞ്ഞു സാഹചര്യങ്ങളിൽ പോലും ഭാരതത്തെ നോവിക്കുവാനും നശിപ്പിക്കുവാനും പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങൾക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടികൾ തന്നെയാണ് പാകിസ്ഥാനെ പുറത്താക്കിയിട്ടും ഭാരതം T20 വേൾഡ് കപ്പിൽ കപ്പുയർത്തിയിട്ടും അവിടുത്തെ പാകിസ്ഥാനെ തന്നെ മുൻ ക്രിക്കറ്റ് താരങ്ങളും പാകിസ്ഥാനിനുള്ളിലുള്ള ഇന്ത്യയെ ആരാധിക്കുന്ന ക്രിക്കറ്റ് പ്രേമികളുമൊക്കെ ഒരേ ശ്വാസത്തിൽ പറയുന്നത് ഭാരതത്തെ കണ്ടുപഠിക്കണം, ഇന്ത്യയെ കണ്ടുപഠിക്കണം, നായകൻ രോഹിത് ശർമ്മയെ കണ്ടുപഠിക്കണം, വിരാട് കോഹ്ലിയെ കണ്ടുപഠിക്കണം, ജസ്പ്രീത് ബുംറയെ കണ്ടുപഠിക്കണം എന്നൊക്കെ. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, എന്നും എപ്പോഴും പാകിസ്ഥാൻ ഭാരതത്തിന് മുകളിൽ പോകുവാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം മറ്റുള്ളവരെ നശിപ്പിക്കുക, മറ്റുള്ളവരെ ഇല്ലാതാക്കുക, അവരുടെ സ്വപ്നങ്ങളെ തച്ചുടയ്ക്കുക എന്നുള്ള ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തിന് ഒരിക്കലും ഭാരതത്തിൻ്റെ മുകളിലെത്തുവാൻ സാധിക്കില്ല. കാരണം ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത് വിജയങ്ങളിലേക്കുള്ള പ്രതീക്ഷകളാണ്, മറ്റുള്ളവരുടെ നന്മയിലേക്കുള്ള പ്രതീക്ഷകളാണ്. ഇതിനുള്ള ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് T20 വേൾഡ് കപ്പിൽ ഇത്രയും വലിയ വിജയം കരസ്ഥമാക്കിയിട്ടും ഭാരത മണ്ണിനെ മറക്കാതെ, കളിച്ച ക്രിക്കറ്റ് സ്റ്റേഡിയത്തെ മറക്കാതെ, ആരാധകരെ മറക്കാതെ നായകൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമൊക്കെ മണ്ണിനെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ നിമിഷങ്ങൾ. അതിലുപരി തൻ്റെ വിജയങ്ങളിൽ കണ്ണുനീർ നൽകിക്കൊണ്ട്, ആ കണ്ണുനീരാണ് തങ്ങളുടെ വിജയങ്ങളുടെ അടിത്തറ എന്ന് പറഞ്ഞുകൊണ്ട് മാറിയ ഹാർദിക് പാണ്ഡ്യയുമൊക്കെയാണ് സത്യത്തിൽ ഭാരതത്തെ വാനോളം ഉയർത്തിയത്. എന്തായാലും ഏതൊരു സാഹചര്യത്തിലും പാകിസ്ഥാന് ഭാരതത്തോട് മുട്ടിനിൽക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഭാരതത്തെ വാനോളം പുകഴ്ത്തി പറയുന്ന മുൻ പാകിസ്ഥാൻ താരങ്ങൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.